നമ്മളിപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ അത് ഇറ്റ്സ് ടു ഏർലി ടു കമന്റ് ഓൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. നമുക്ക് അതിൻ്റെ സൂചനയല്ല, ഈ പ്രതികളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. ഇപ്പം നമ്മൾ പ്രതികളെ ഇമ്മീഡിയറ്റ് ആയിട്ട് പിടിച്ചു. സോ ഇതിൽ ഏത് ഗ്യാങ് ആണ് എക്സാക്ട്ലി ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇനി അതിൻ്റെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങും ഓരോ ആളിൻ്റെ പ്രൊഫൈലും നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സോ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഇൻസ്ട്രക്ഷന് പറയുന്നത് എല്ലാവരെയും പ്രൊഫൈൽ ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും നമ്മൾ ടേക്കപ്പ് ചെയ്യണം. എവറിബഡി ഹാസ് ടു ബി ഗിവൻ എ സ്ട്രോങ് ആക്ഷൻ എന്നുള്ളതാണ് നമ്മൾ. നമ്മൾ അതിനെ വേണ്ട രീതിയിലുള്ള നടപടിയൊക്കെ എടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും അവർ വന്നു, അവരുടെ രീതിയിൽ തിരിച്ചു പോയി. സോ അതുകൊണ്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ വി ആർ ഓൾസോ വർക്കിംഗ് ഔട്ട്. സോ അത് മാത്രമല്ല, ഇതിൻ്റെ വേറെ എന്തെങ്കിലും കോൺസ്പിറസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതിനുള്ള ആക്ഷൻസ് എടുക്കും. താങ്ക് യു. കൊല്ലം ACP M ഹേമലതയാണ് സംസാരിച്ചത്. ഗുണ്ടാ നേതാവ് അലുവ അതുലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള അന്വേഷണത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അവർ. ഏതായാലും ഈ കൃത്യം നിർവഹിച്ച ആളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്, കാരണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ എന്നാണ് M ഹേമലത മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അലുവ അതുൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിന്റെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഇനി കൂടുതൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൊല്ലം ACP ആണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുന്നത്. വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കിയതാണ് ഈ കൊലപാതകം എന്ന കാര്യം പോലീസിന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ M ഹേമലത സിറ്റി പോലീസ് കമ്മീഷണറാണ് മാധ്യമങ്ങളെ കണ്ടത്. ACP അല്ല, സിറ്റി പോലീസ് കമ്മീഷണറാണ്. സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും ഇതിന്റെ വിശദാംശങ്ങളുമായി. ഈ അലുവ അതുലിന്റെ കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. കാർ കൃത്യമായി ഇടിച്ച കുഴിയിലേക്ക് തള്ളിയിടുകയായിരുന്നു, അതിനുശേഷമാണ് ആക്രമിച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് എന്നാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ M ഹേമലത മാധ്യമങ്ങളോട് അല്പം മുൻപ് വിശദീകരിച്ചത്. അതിൽ ഈ കൊലപാതകം നടത്തിയത് എങ്ങനെയാണ്, അതിന്റെ പിന്നിൽ ആരൊക്കെയാണ്, ആ സംഘത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, അവരെയൊക്കെ കൃത്യമായി ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് മറ്റ് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.